ഐഫോണിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെല്ലാമാണ് ഗുണങ്ങളെല്ലാം ലഭിക്കുന്നത്, ഇതിനെക്കുറിച്ചെല്ലാം നോക്കാം. ഇതാണ് നമ്മുടെ ഐഫോണിലെ പ്രിവ്യൂ ആപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രിവ്യൂ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് എല്ലാം ലഭിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം സ്കാൻ ചെയ്യണമെങ്കിൽ, അതായത് ഇപ്പോൾ ഇവിടെ സ്കാൻ ഡോക്യുമെൻ്റ് എന്നൊരു ഓപ്ഷനിൽ നിങ്ങൾ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ നമുക്ക് എന്തെങ്കിലും ഡോക്യുമെൻ്റ് എല്ലാം വെച്ച് ഇതെല്ലാം നമുക്ക് സ്കാൻ ചെയ്യാൻ സാധിക്കും. ഉദാഹരണമായി ഞാനിപ്പോൾ ഇവിടെ ഇതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം എനിക്ക് ഈ ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സ്കാൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതുപോലെ പിടിക്കുമ്പോൾ ഇത് ഇപ്പോൾ ഓട്ടോമാറ്റിക്കായി ഇതുപോലെ ഈ ഒരു പിക്ചറെല്ലാം എടുത്തതിന് ശേഷം നല്ല രീതിയിൽ സ്കാൻ ചെയ്ത ഒരു ഇമേജ് എല്ലാം ലഭിക്കുന്നുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾക്കൊരു സ്കാനറായി എല്ലാം യൂസ് ചെയ്യാൻ അടിപൊളിയായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഇനി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാം യൂസ് ചെയ്ത് എങ്ങനെയാണ് ഒരു PDF എല്ലാം എഡിറ്റ് ചെയ്യുന്നത് എന്നെല്ലാം നോക്കാം. ഇതിനായി ഇവിടെ ബ്രൗസ് എന്നതിൽ പോയതിനു ശേഷം ഇപ്പോൾ ഒരു PDF ഡോക്യുമെൻ്റ് എല്ലാം ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു PDF ഡോക്യുമെൻ്റ് ഇത് ഒരു ലീവ് ആപ്ലിക്കേഷൻ്റെ PDF ഡോക്യുമെൻ്റ് എല്ലാമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പെൻസിൽ ഐക്കൺ എല്ലാം വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് എല്ലാം വന്നിരിക്കുന്നത് കാണാം. അതായത് ഈ ഒരു PDF എല്ലാം തന്നെ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പോസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്ത് ഇതെല്ലാം നമുക്ക് ടൈപ്പ് ചെയ്ത് ഫിൽ ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ ഈസിയായി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഇതുപോലെ ഇവിടെ ടൈപ്പ് ചെയ്ത് ഇതെല്ലാം ഫിൽ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാം സിഗ്നേച്ചർ ഓഫ് ദി അപ്ലിക്കൻ്റ് എന്നെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സിഗ്നേച്ചർ എല്ലാം കൊടുക്കണമെങ്കിൽ ഇതിന് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് നോക്കാം. ഇതിനായി നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പ്ലസ് ഐക്കൺ എല്ലാം ഇവിടെ വന്നിരിക്കുന്നത് കാണാം. അതിനുശേഷം നമുക്ക് ഇവിടെ ആഡ് സിഗ്നേച്ചർ എന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണോ നമ്മുടെ സിഗ്നേച്ചർ വരുന്നത് അത് ഇതുപോലെ ഡ്രോ ചെയ്തതിന് ശേഷം ഇതുപോലെ ഈ ഒരു ടിക്ക് മാർക്ക് എല്ലാം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു സിഗ്നേച്ചർ എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അത് നമുക്ക് കറക്റ്റ് സൈസിൽ എവിടെയാണോ വേണ്ടത് അവിടെ പ്ലേസ് ചെയ്തതിന് ശേഷം ഈ ഒരു PDF എല്ലാം നമുക്ക് ഇത് സേവ് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കാനെല്ലാം സാധിക്കും. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്